ഹലോ, ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ പുറത്ത് പോയി വന്നതാണ്. ദഗുഡുശേറ്റ് അമ്പലം എല്ലാവർക്കും അറിയണ്ടാവും. പൂനെയിലുള്ള ആൾക്കാരും പൂനെ ഇല്ലാത്ത ആൾക്കാർക്കും ഡെഫിനറ്റ്ലി ദഗുഡുശേറ്റ് അമ്പലത്തിനെ പറ്റി അറിയുന്നുണ്ടാവും. ഇതൊരു ഗണപതി അമ്പലമാണ്. വേൾഡ് ഫേമസ് ആണെന്ന് തന്നെ പറയും. അതിൻ്റെ ഇപ്പോൾ ഒരു പ്രതീകം എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു റെപ്ലിക്ക കൈൻഡ് ഓഫ് ഒരു അമ്പലം ഇപ്പം തായ്ലൻഡിൽ ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ഉണ്ടാവും, എനിക്കറിയില്ല, ആരോടും പെർമിഷൻ ചോദിച്ചിട്ടും ഒക്കെ തന്നെയായിരിക്കും. പക്ഷേ അതേപോലത്തെ മൂർത്തിയൊക്കെ വെച്ചിട്ട് ഫുക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തായ്ലൻഡിൽ ഒരു ദഗുഡുശേറ്റ് അമ്പലം അതിൻ്റെ റെപ്ലിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫെയിം കാരണമായിരിക്കും ശ്രീമന്ത് ദഗുഡുശേറ്റ് ഹൽവായി ഗണപതി മന്ദിർ എന്നാണ് ഇതിന് പറയുക. കാരണം ഇത് വൺ ഓഫ് ദി റിച്ചസ്റ്റ് ടെമ്പിൾസ് ഇൻ ഇന്ത്യ ആണ്. അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിന് വരുന്ന ഡൊണേഷൻസ്, പിന്നെ അവർ ചെയ്യുന്ന എന്താ പറയുക, അവരെ ഫൗണ്ടേഷൻ ചെയ്യുന്ന സർവീസ് വർക്കിനും ഒരുപാട് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണെങ്കിലും അംബാനി പോലത്തെ ഇങ്ങനെ ബിസിനസ്മെൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ഒരുപാട് പേര് ഇതിന് ഡൊണേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് പേര്. പിന്നെ ഇതിന് കുറേ ഹിസ്റ്ററി ഉണ്ട്. ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഞാനത് പറയാൻ ഇങ്ങനെ എക്സ്പെർട്ടായിട്ടുള്ള ആളൊന്നുമില്ല. പക്ഷേ എൻ്റെ എന്താ പറയുക, ഒരു ഫേവറേറ്റ് പ്ലേസ്, എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നിടത്തുനിന്ന് ഈ സ്ഥലം കുറച്ച് ദൂരെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കറിഞ്ഞൂടെ എത്ര കിലോമീറ്ററാണ്, പക്ഷേ ഒരു ട്രാഫിക്കൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ 40 മിനിറ്റ് 50 മിനിറ്റ് ഒക്കെ എടുക്കും അവിടെ എത്താൻ. അല്ലാത്ത സമയത്താണെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ കുറവിൽ അവിടെ എത്തിയെന്നും വരും. അപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് പോവാൻ വിസിറ്റ് ചെയ്യാൻ, ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങുകയാണ്, എനിക്ക് എവിടെ പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്ന സ്ഥലം എപ്പോഴും ദഗുഡുശേറ്റ് അമ്പലമായിരിക്കും. എനിക്ക് ഈ ഗണപതി അല്ലെങ്കിൽ ഗണേഷ്, എന്താ പറയുക, ഗണപതി മലയാളത്തിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഗണു എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ദൈവത്തിനോട് ദൈവമായതുകൊണ്ടല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ ചെറുപ്പം മുതലേ ഉണ്ടാവില്ലേ കുട്ടികൾക്കൊക്കെ ഒരു ആനിമേഷനോടൊരു സ്നേഹം, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കാണുമ്പോൾ ഒരു സ്നേഹം, അതുകൊണ്ടായിരിക്കണം എനിക്കറിഞ്ഞൂടെ, എൻ്റെ മനസ്സ് കുട്ടിയായതുകൊണ്ടാണോ എന്നറിയില്ല ഇത്ര വലുതായിട്ടും എന്താ പറയുക, ഒരു ആനിമൽ ഫേസ്ഡ് ഡേറ്റി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ലുക്കുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഫാസിനേറ്റിംഗ്, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നാറുണ്ട് അധിക മൂർത്തികളും. പിന്നെ ഗണപതി ഫെസ്റ്റിവൽ ഇപ്പം ഞാൻ മഹാരാഷ്ട്രയിലും പൂനെയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ അത്രയും വേൾഡ് വൈഡ് അത്രയും ഹ്യൂജ് ആയിട്ട് സെലിബ്രേഷൻ. ഈ പ്രാവശ്യത്തെ ഗണപതി ഫെസ്റ്റിവൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ കാരണം എന്നുള്ളത്, പക്ഷേ ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു, റീൽസൊക്കെ കണ്ടു, ഗൂഗിളിലും ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ദുബായിൽ വരെ അതിൻ്റെ നല്ല സെലിബ്രേഷൻ. ദുബായ് ഒരു മുസ്ലിം കൺട്രി ആണല്ലോ, അപ്പോൾ അവിടെ വരെ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. കാശ്മീരിൽ ഇപ്രാവശ്യം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ഗണേശോത്സവം, എത്ര വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നവർ. പിന്നെ പല സ്ഥലത്തും പല സിറ്റീസും, ഹൈദരാബാദ് പോലത്തെ സിറ്റീസ്, ഗുജറാത്ത് പോലത്തെ സിറ്റീസ്, അവിടെയൊക്കെ അടിപൊളിയായിട്ട് ഭയങ്കര ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും അതിന് പൈസ സ്പെൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ ഡെക്കറേഷൻസിനോ പിന്നെ ഒരുക്കങ്ങൾക്ക് വേണ്ടി ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം ചിലവർക്ക് തോന്നും അത് ശരിയാണ്, അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നുള്ളത്. ചിലർക്ക് തോന്നും ഇത്രയും പൈസ വെറുതെ നമ്മൾ ഡെക്കറേഷനൊക്കെ എന്താ പറയുക, ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് ടെമ്പററി ആവുന്ന സ്ഥിതിക്ക് അമ്പലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലോ, ഇതൊരു മണ്ഡപം എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി അമ്പലം പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് സ്ഥാപിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഇതൊരു 10 ദിവസത്തിന് വേണ്ടി ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് മണിയാണ് എന്ന് തോന്നുന്ന ആൾക്കാരും ഉണ്ടാവും. സോ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അവനേൻ്റെതായ അഭിപ്രായം ഉണ്ടാവും ഡെഫിനറ്റ്ലി. എനിക്ക് 2 വയസ്സും തോന്നാറുണ്ട്. ചില സമയത്ത് കാണുമ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ സെലിബ്രേഷൻസ് ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫിൽ എന്താ കളറ്, അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു എന്താ പറയുക, ജോയ്, ഒരു ഹോപ്പ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൈറ്റും ഡിസൈനും ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച് വരുമ്പോൾ ഒരുപാട് കാണാൻ കാഴ്ചകൾ നമ്മളെ മുന്നിൽ തന്നെ ഒരുങ്ങും. വെച്ചാൽ അതിനുവേണ്ടി നമ്മൾ ഫോറിൻ കൺട്രീസിലേക്ക് പോകുകയല്ല, നമ്മളെ സ്ഥലത്ത് തന്നെ, നമ്മുടെ സിറ്റിയിൽ തന്നെ പുതിയ പുതിയ അതായത് ടെമ്പററി ആയിട്ടുള്ള അമ്പലങ്ങൾ പോലെ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ കാഴ്ച കാണണമെങ്കിൽ നമ്മളെപ്പോഴും ഫോറിൻ കൺട്രി പോകണം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യണം, അതിന് ലീവ് എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളൊക്കെ ഇല്ലാതെ, പൈസ ചിലവ് പോലും ഇല്ലാതെ നമുക്ക് കാണുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ ചിലവ് പോലും ഇല്ലാതെ നമുക്ക് പോയി കാണാൻ പറ്റുന്ന കാഴ്ചകൾ നമ്മളെ കണ്ണിന് മുമ്പിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു എനിക്ക് തോന്നുന്ന കൾച്ചറാണോ അതോ ആ ഒരു പരിപാടി, അത്
ആം, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ അല്ലേ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ പത്മനാഭന സ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്ത് ഞാൻ എനിക്ക് കയറാനുള്ള ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല. ഞാൻ അമ്പലത്തിൽ പോയ സമയത്തൊക്കെ ഒന്നെങ്കിൽ ആ ടൈം കഴിഞ്ഞിട്ട് നട അടച്ച സമയമായിരുന്നു, അല്ലെങ്കിൽ ഏതോ പ്രാവശ്യം പോയ സമയത്ത് അവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷനോ അങ്ങനെ എന്തോ സംഭവം നടന്നിട്ട് അത് അടച്ചു. അങ്ങനെ ഏതോ 2 പ്രാവശ്യം എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഏരിയയിലേക്ക്, ആ ഒരു ഭാഗത്തേക്ക് കേരളത്തിൽ പോകാൻ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അടച്ചിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരു സമയമായിരുന്നു. അത് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സമയം അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം എനിക്ക് അതിനുള്ള ചാൻസ് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു റെപ്ലിക്ക, ആ ഒരു മോഡലായിരുന്നു ഇപ്രാവശ്യം തകഴശ്ശേരി ഗണപതി അമ്പലത്തിൻ്റെ മണ്ഡപം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ ഫൗണ്ടേഷൻ കമ്മിറ്റി അല്ലെങ്കിൽ അവരെ എന്താ പറയുക ട്രസ്റ്റ് ൻ്റെ മണ്ഡപം അങ്ങനെയായിരുന്നു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോപ്പർ നമ്മളെ അമ്പലം പോലെ ഏകദേശം ആ ഒരു മോഡൽ. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നുന്നു അമ്പലം ഇവിടെ കൊണ്ടുവച്ചതാണ്. അപ്പം പോയി ദർശനമൊക്കെ ചെയ്യാൻ പറ്റി, സന്തോഷമായി. ഒരുപാട് എന്താ പറയുക ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വിശ്വസിക്കാൻ പ്രയാസമാവും. നമ്മൾ എസ്പെഷ്യലി നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ തിരുപ്പതി പോകുന്ന പോലെ, നമ്മൾ ശബരിമല പോകുന്ന പോലെ അങ്ങനെ നമുക്ക് കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും തിരക്കോ ഇത്രയും നേരം ആൾക്കാർ ആ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ടെമ്പററി മോഡലിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇത്രയും മണിക്കൂറുകൾ ലൈനിൽ അല്ലെങ്കിൽ ഇത്രയും ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് വേറെ സിറ്റീസിൽ നിന്ന് വരെ വേറെ കൺട്രീസിൽ നിന്ന് വരെ വന്നിട്ട് ഫോറിനേഴ്സ് വരെ ആ ഒരു ടൈമിൽ ഗണേശോത്സവത്തിൻ്റെ ടൈമിൽ ആ ഒരു ദർശനത്തിന് വേണ്ടി വരാറുണ്ട്. അപ്പം ആ ഒരു എന്താ പറയുക എന്താ പറയുക ആ ഒരു നമ്മൾ പറയില്ലേ ഇപ്പം നോർമൽ ഒരു പായസമാണെങ്കിലും എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ എന്താ പറയുക പൊങ്കാല സമയത്തൊക്കെ ഒരു നോർമൽ ഒരു പായസം അല്ല ഒരു കഞ്ഞി പോലത്തെ ഒരു പ്രസാദമാണല്ലോ നമ്മൾ ഈ പൊങ്കാലിടുക എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ അമ്പലത്തിൻ്റെ ആ ഒരു ഫെസ്റ്റീവ് ദിവസം ആ ഒരു സ്പെഷ്യൽ ഡേയിന് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ച് നമ്മളെ എല്ലാ ദേവീൻ്റെ അനുഗ്രഹം വാങ്ങി അല്ലെങ്കിൽ അത്രയും നമ്മൾ അതിന് അവിടെ പ്രസാദമായിട്ട് അർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ നോർമലി കുറച്ച് വെല്ലവും കുറച്ച് കഞ്ഞിയും തേങ്ങ ഇട്ടിട്ട് നമ്മൾ ഒരു കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയും അല്ലേ. നമ്മൾ പറയും എന്താ പറയുക പ്രസാദമായിട്ട് ഉണ്ടാക്കും. ഇപ്പോൾ അമ്പലത്തിൽ പോകും, ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഫോർ എക്സാമ്പിൾ അവിടെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അറിയാം. അവിടെ പോകുമ്പോൾ നമ്മൾ കഴിക്കുന്നത് ഒരു ചോറും പിന്നെ ഒരു കറിയും വെള്ളം പോലത്തെ ഒരു കറിയും പിന്നെ ഒരു അച്ചാർ കിട്ടിയാൽ കിട്ടിയ ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ഉപ്പേരി അങ്ങനെ കിട്ടിയാൽ ഓക്കെ, അല്ലെങ്കിൽ അത് 2 നമ്മൾ ചോറും കറി മാത്രമേ ഉണ്ടാവുള്ളൂ. വെള്ളം പോലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ പോകുന്ന വഴിക്ക് കുടിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും നല്ല തിരക്കുള്ള ദിവസങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവുക. പക്ഷെ എന്നാലും ആ ടൈമിലുള്ള ഒരു ചോറ് അല്ലെങ്കിൽ ആ ടൈമിലുള്ള ആ ഒരു പ്രസാദത്തിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, ഒരു ഗ്രേസാണ്, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക ഒരു മാജിക്കാണ്, ഒരു മാജിക്കൽ ടേസ്റ്റാണ്. സോ അതുകൊണ്ടായിരിക്കും. ഇപ്പം നമ്മൾ നടയൊക്കെ അടയ്ക്കുമ്പോൾ നമുക്കറിയാം ഉള്ളിലുള്ള പ്രതിമ എങ്ങനെയാണ്. ഏത് അമ്പലമാണെങ്കിലും നമ്മൾ പോയി ശീലമുള്ള അമ്പലമാണെങ്കിൽ നമുക്കറിയാം ഉള്ളിലുള്ള പ്രതിമ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫോട്ടോ എങ്ങനെയാണ്, അല്ലെങ്കിൽ കല്ല് പ്രതിമയാണെങ്കിൽ അങ്ങനെ എങ്ങനെ ഉണ്ടാവും നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യം എന്താ പറയുക ആ ഒരു എന്താ പറയുക ഇത് പറയില്ല എന്താ പറയുക ദീപാരാധനക്കൊക്കെ വേണ്ടി നമ്മൾ അടച്ചിട്ട് ആ ഒരു ചന്ദനത്തിൻ്റെ ഒരു മേക്കപ്പ് ചെയ്തിട്ടോ മലയാള അമ്പലങ്ങളിലൊക്കെ, മറ്റേതാണെങ്കിൽ വേറെ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നോൺ മലയാളി ആയിട്ടുള്ള അമ്പലങ്ങളാണെങ്കിലും അവർ നട അടച്ചിട്ട് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ആർത്തി എന്ന് പറയുക ആ ഒരു പൂജ ഒരു ഒഴിഞ്ഞ് നമ്മളെടുക്കുന്ന ആ ഒരു ടൈമിൽ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ആ ഒരു എൻവയൺമെൻറ്റും എല്ലാവരും ഒരുമിച്ച് മന്ത്രം ചാൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ആർത്തി ആ ഒരു ഒരു എടുക്കുന്ന ടൈമിൽ ആ ഒരു ഭജന പാടുന്ന ഒരു ടൈം അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു, ഒരു മാജിക് ഉണ്ട് ആ ഒരു മൊമെൻറ്റിൽ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം. അല്ലാണ്ട് ഈ ദഗടൂർശേട്ട് അമ്പലത്തിൽ തന്നെ ഒരുപാട് ഭക്തന്മാർ റൗണ്ട് ദ ഇയർ വരാറുണ്ട്. ഡെഫിനറ്റ്ലി അതൊരു വേൾഡ് ഫേമസ് അമ്പലം തന്നെയാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അറിയാത്ത ആൾക്കാർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഇങ്ങനെ ഗണേശോത്സവത്തിൻ്റെ സ്പെഷ്യൽ ടൈമിൽ ഞാൻ കണ്ടു ഇപ്രാവശ്യം ക്രൗഡിൽ കുറേ ആഫ്രിക്കൻസിനെ കണ്ടു. എന്നുവെച്ചാൽ ആ ഒരു ജാതി ആൾക്കാരെ, ആ ഒരു ടൈപ്പ് ആൾക്കാരെ, പിന്നെ ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ വെളുത്ത ആൾക്കാരെ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നോ വേറെ UK നിന്നോ വേറെ വൈറ്റ് പീപ്പിൾ എന്ന് പറയില്ല, വൈറ്റ് സ്കിൻ പീപ്പിൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടു. അപ്പോൾ അവരെ കുറേ നേപ്പാളീസിനെ കണ്ടു. അപ്പോൾ അവരൊക്കെ ചൈനീസാണോ എനിക്ക് അറിഞ്ഞൂടെ, ഇനി ഇവരെ ഐഡൻറ്റിഫൈ എനിക്കറിയില്ല, ചൈനീസാണോ കൊറിയൻ ആണോ നേപ്പാളിയാണോ എന്ന് എനിക്ക് കണ്ടാൽ മനസ്സിലാവില്ല. സോ അങ്ങനെ കുറച്ച് കണ്ണിതായിട്ടുള്ള ആ ഒരു ഈസ്റ്റ് ഏഷ്യൻ ടൈപ്പ് ലുക്കുള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ കണ്ടു. അപ്പോൾ അവരൊക്കെ എന്താ പറയുക എനിക്ക് ഇതിനൊക്കെ ബിലീഫ് ഉണ്ടോ അവർക്കൊക്കെ, അല്ലെങ്കിൽ എന്താ ഒരു സംഭവം നടക്കുകയാണ് ഞങ്ങളൊന്ന് കണ്ടേക്കാം, അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ് കേട്ടതല്ലേ ഇതൊന്ന് ഈ ടൈമിൽ വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ആ ഒരു ഗ്രേസ് ആ ഒരു ടൈമിൽ ആൾക്കാർക്ക് വരാൻ കാണാനും ദർശനം വാങ്ങി പോകാനും. കുറേ ആൾക്കാർ പറയും നമ്മൾ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് ചോദിച്ചത് സാധിച്ചു എന്ന് പറയും. ചില ആൾക്കാർ പറയും ആ ടൈമിൽ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര വിഷമമാണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം പോകാൻ പറ്റി. ഇപ്രാവശ്യം അമ്മയ്ക്ക് വയ്യാതായിരുന്നു, ആ സമയത്ത് കുറച്ച്
പനിയും ജലദോഷവും തൊണ്ടവേദനയും ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈറലാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ച് അമ്മ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അത്ര ശക്തിയില്ലായിരുന്നു. അത്രയും ദൂരം ഒരുപാട് ദൂരം നടക്കണം. കാരണം വണ്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ട്രാഫിക്കിന് മാനേജ് ആവില്ല. പിന്നെ ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ ആക്സിഡൻസിന് ചാൻസ് ആണ്. അതുകൊണ്ട് കുറേ ദൂരം വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നത്. ഒരുപാട് ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ആ വഴി കൂടെ വണ്ടി ഓടിച്ച് പോയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് ഇത്രയും ദൂരം കിലോമീറ്റേഴ്സ് ആക്ച്വലി ഞങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനും അച്ഛനും കൂടെ ഇപ്രാവശ്യം പോയി ഞങ്ങൾ ദർശനം വാങ്ങി വന്നു. പക്ഷേ അമ്മയ്ക്ക് ഇപ്രാവശ്യം പോകാനായില്ല. പക്ഷേ അത് മുഴുവനായിട്ട് പൊളിച്ചിട്ടില്ല. ഇപ്പോഴും പകുതി പണി അഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ആ പകുതി ഉള്ളത് ഞാൻ അമ്മേനെ ഇപ്രാവശ്യം എനിക്ക് കാണിക്കാൻ പറ്റി വായത്തിന്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു മൂഡ് നമ്മൾ അട ഉണ്ടാക്കില്ലേ, ശർക്കരയും തേങ്ങയും മെയിൻ ഇൻഗ്രീഡിയൻസ്, പിന്നെ ഇതും എന്താ പറയുക ഏലക്കായ പൊടിച്ച് ചേർക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെയും. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് അട നമ്മൾ ഉണ്ടാക്കില്ലേ, ഇല അട ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ കൊഴുക്കട്ടേൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പോലെ, മധുര കൊഴുക്കട്ട പോലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ മോദക് എന്ന് പറയുന്നത്. അത് മോദക് എന്ന് പറയും അതിന്. അപ്പോൾ ഈ ഐറ്റം ഒരു സ്വീറ്റ് ഡിഷ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഗണപതിൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ പാൽപ്പായസം, മറ്റേ അമ്പലത്തിൽ മറ്റേ പ്രഥമൻ എന്ന് പറയുന്ന പോലെ ഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം, ഇന്ന ആൾക്ക് ലഡു എന്ന് പറയുന്ന പോലെ ഗണപതിക്ക് ഇഷ്ടപ്പെട്ടതാണ് മോദക് എന്ന് പറയുന്ന സാധനം. അതിങ്ങനെ ഒരു വെള്ളത്തുള്ളി പോലെ ഉള്ള ഷേപ്പുള്ള സംഭവമായിരിക്കും. ഞാൻ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തു ഇപ്പോൾ അടുത്ത്. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ മുമ്പേ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ആരെങ്കിലും ഇത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണാം. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. എസ്പെഷ്യലി പുഴുങ്ങിയ മോദക്. അത് പല പല സ്റ്റൈലിൽ, ഇപ്പോൾ പേട ആണെങ്കിൽ തന്നെ ആ ഒരു ഷേപ്പിൽ പലവരുണ്ടാക്കുന്നുണ്ട്. ചില ആൾക്കാർ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം പല പല വെറൈറ്റി ആണല്ലോ. സ്ട്രോബെറി ഫ്ലേവർ, ആ ഫ്ലേവർ അങ്ങനെ ഐസ്ക്രീം പോലെ പല ഫ്ലേവേഴ്സിലും ഇത് കിട്ടുന്നുണ്ട്. പേട ആകുമ്പോൾ എന്താ പറയുക മെറ്റീരിയൽ ആകുമ്പോൾ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അട പോലെ ഉണ്ടാക്കുന്നത്, പുഴുങ്ങുന്നത്, ആവിക്ക് വെക്കുന്നതെന്ന് പറയും. പുഴുങ്ങുക എന്ന് പറഞ്ഞാൽ ആവിക്ക് വെക്കുന്നത്. അതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ അരിൻ്റെ കൊണ്ട് അതിൻ്റെ ഔട്ടർ സംഭവം ഉണ്ടാക്കിയിട്ട് ഈ മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ ശർക്കരയും തേങ്ങയും കൂടെ നിറച്ച് അത് പുഴുങ്ങി വരുമ്പോൾ വായിൽ വെള്ളം വരുന്നു എനിക്ക്. ഞാനിപ്പോൾ ഒന്ന് കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇറ്റ്സ് സോ ടേസ്റ്റി, അത് പറയാതിരിക്കാൻ വയ്യ. അത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. സോ അത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര കൊതിയുള്ള സംഭവമാണ്. അമ്മ ഇങ്ങനെ പറയാറില്ല, അങ്ങനെ കൊതി പറയാറില്ല ഒരു ഭക്ഷണത്തിന്. അപ്പോൾ ഇത് നമുക്കൊരു കൊതിയില്ല. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ എന്നാലും അവിടെ അമ്മേനെ വണ്ടിയിൽ നിർത്തി ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവന്നു. എനിക്കറിയാം ഓരോന്നോരോന്ന് ഒരാൾക്ക് മതിയാവില്ല. അപ്പം അറ്റ്ലീസ്റ്റ് 2 ഒരാൾക്ക് കഴിക്കാനായി ഇത്ര വലിപ്പമുണ്ടാവും ആ മോദക്കിന് ഒരു സാധനത്തിന്. അപ്പോൾ അങ്ങനെ 2 കഴിക്കാനെങ്കിലും കിട്ടണം എന്ന് വെച്ചിട്ട് ഞാൻ 10 വാങ്ങി എക്സ്ട്രാ കിട്ടുന്നോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പം അമ്മ കൊതി കാരണം 1-2 കഴിച്ചു കഴിഞ്ഞു ഓൾറെഡി. അങ്ങനെ ഒരുപാട് സ്വീറ്റ് കഴിക്കുന്ന ആളല്ല. അത് കണ്ടപ്പോൾ അച്ഛനും ഭയങ്കര കൊതി. അച്ഛനും 2 കഴിച്ചു. പിന്നെ ഞാനും കഴിച്ചു വന്ന്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ, ഇതിൻ്റെ ഷേപ്പ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആ ഒരു ഗ്രേസ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു അമ്പലത്തിൻ്റെ പ്രസാദമായിട്ട് അല്ലെങ്കിൽ ആ അമ്പലത്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് അടുത്ത് വെക്കുന്ന സംഭവങ്ങളാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അടേനേക്കാളും ഒരുപാട് ടേസ്റ്റ് നമുക്ക് എൻഹാൻസ്ഡ് ആയിട്ട് തോന്നും. അപ്പം ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഞാൻ സ്പെസിഫിക് ടോപ്പിക്കായിട്ടല്ല ഇന്ന് സംസാരിക്കാൻ പറ്റുന്നത്. കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് എനിക്കൊന്ന് ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം. പക്ഷേ ഇന്ന് ഞാൻ പോയി വന്ന മോദക് തിന്നതിൻ്റെ കൊതിയിലും പിന്നെ ഈ ഗണേശോത്സവത്തിനെ കുറിച്ച് എനിക്ക് കുറേ പറയണമെന്നുണ്ട്. പക്ഷേ അത്രയും ലോങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്കും ബുദ്ധിമുട്ടാവും, എനിക്കും അത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. സോ അതുകൊണ്ട് ഞാനത് കട്ട് ഷോട്ട് ചെയ്യാണ്. വേറെ എപ്പിസോഡ്സും കുറച്ച് വിശേഷങ്ങൾ അവിടെ ഇവിടെയൊക്കെ പറയാം വേറെ ടോപ്പിക്സിൻ്റെ കൂടെ. അപ്പം നമുക്ക് സംസാരിക്കാമല്ലോ. അങ്ങനെ അപ്പം ഗണേശോത്സവം ഈ വർഷം 2025 എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു വേൾഡ് വൈഡ് സെലിബ്രേഷൻ ആയിരുന്നു. ഒരു ലാർജ് സ്കെയിൽ സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങൾ പൂനെ അടിച്ചു പൊളിച്ചു. മുംബൈ എപ്പോഴും അടിച്ചു പൊളിക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ സ്പെഷ്യലായിട്ട് കണ്ട ഹൈദരാബാദ്, ഗുജറാത്ത്, പിന്നെ ദുബായ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കണ്ട് വിശ്വസിക്കാൻ പറ്റില്ലാത്ത ഡിസൈൻ, ഫയർ വർക്ക്സ് ഒക്കെ ഇവിടെ ഹൈദരാബാദിലും ഗുജറാത്തിലൊക്കെ ഫയർ വർക്ക്സ് ഒരുപാട്. ഈ വെടി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫയർ വർക്ക്സ് ഇൻ ദ സെൻസ് നമ്മൾ ഈ ഡിജിറ്റൽ ഫയർ വർക്ക്സ് കൈൻഡ് ഓഫ് ഡോൾബി വെച്ചിട്ടുള്ളത്, പിന്നെ ഡോൽ ആൻഡ് താശ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. പിന്നെ ലൈറ്റിംഗ് വർക്ക്സ് നന്നായിട്ട് അങ്ങനെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാനിങ്ങനെ ഈ 10 ദിവസം ഞാനിങ്ങനെ റീല് കാണൽ തന്നെയായിരുന്നു. ആ സമയത്ത് എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും ബിസി ആയിപ്പോയി. എനിക്കൊരു വീഡിയോ പോലും ഷൂട്ട് ചെയ്യാനുള്ള
ഗ്യാപ്പ് കിട്ടിയില്ല. കണ്ടിന്യൂസ് വീഡിയോ കാണാൻ ഞാൻ ഇങ്ങനെ ഫോൺ അഡിക്ഷൻ ഒട്ടും ഇല്ലാത്ത ആളാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് ഫോൺ വിട്ടു പോരാൻ തോന്നില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ വീഡിയോസ്, ഇത്രയും നല്ല ഡെക്കറേഷൻസ്, ഇത്രയും പരിപാടികൾ. പൂനെ ഈസ് വെരി കൾച്ചറൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ പൂനെയിലുള്ള ഓരോ കൾച്ചറൽ ആക്ടിവിറ്റീസ്, പഴയ നാടകങ്ങൾ, ഇവിടുത്തെ രാജാക്കന്മാരെ ഓരോ സ്റ്റോറീസ്, അത് ഇതൊക്കെ ആയിട്ടുള്ള പല ഇങ്ങനെ ചവിട്ട് നാടകങ്ങളെന്നൊക്കെ പറയില്ലേ, സ്ട്രീറ്റ് ഡ്രാമാസ് പോലത്തെ, സ്ട്രീറ്റ് പ്ലേസ് പോലത്തെ അങ്ങനത്തെയും സംഭവങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റീൽസ് ചെക്ക് ചെയ്യാം. യൂട്യൂബിൽ നല്ല നല്ല റീൽസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു വേറെ ആൾക്കാരുടെ റീൽസ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഷെയർ ചെയ്യുന്നത് ശരിയായിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാത്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്കെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനത്തെ അടിപൊളി പ്രോഗ്രാംസ് ഉണ്ടെന്ന് കണ്ടിട്ടുള്ളത് ആൾക്കാരാണ് ഡെഫിനറ്റ്ലി കാണണം. കാരണം ഇതൊക്കെ ഒരു വൺ ടൈം വാച്ച് അറ്റ്ലീസ്റ്റ് ഉള്ള സംഭവം തന്നെയാണ്, എത്രയും താല്പര്യമില്ലാത്ത ആളാണെങ്കിലും. സോ ഗണേശോത്സവം ഇപ്രാവശ്യം പൂനെയിൽ ടോട്ടലി എല്ലായിടത്തും ബോംബ് ബ്ലാസ്റ്റിംഗ് ആയിരുന്നു, ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു. ഇത് മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. പോയ സമയത്തും റീൽസ് കാണുമ്പോഴും വേറെ ന്യൂസ് വായിക്കുമ്പോഴും പിക്ചേഴ്സ് കാണുമ്പോഴും ഒക്കെ അതൊരു ബ്യൂട്ടിഫുൾ സംഭവമായിരുന്നു. ഈ 10 days 10 ദിവസം എങ്ങനെ തീർന്നു പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ ദിവസവും പുറത്ത് പോയി കാണാൻ എനിക്ക് പറ്റിയില്ല. കുറച്ച് ദിവസം അമ്മയ്ക്ക് വയ്യായിരുന്നു, പിന്നെ കണ്ടിന്യൂസ് മഴയായിരുന്നു. അതുകൊണ്ട് ഞാനും പോയിട്ട് അസുഖമാക്കണ്ട എന്ന് വെച്ചിട്ട് ഞാനും പോയില്ല. പക്ഷേ പോയ ദിവസങ്ങൾ അല്ലെങ്കിലും റീൽസ് കണ്ട പോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ റീൽസ് കണ്ട സമയത്തും എനിക്ക് ശരിക്കും അവിടെ ഉള്ളതുപോലെ ഫീൽ ചെയ്തു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെലിബ്രേഷൻസ് ആയിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ കണ്ടിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി പ്ലീസ് ട്രൈ ആൻഡ് വാച്ച് റീൽസ് ഫോർ ഗണേശോത്സവം കേട്ടോ. ഞാൻ ടോട്ടലി എൻകറേജ് ചെയ്യല്ല, ടോട്ടലി ഫോണും വെച്ച് റീൽസ് കണ്ടുകൊണ്ടിരിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ ഗണേശോത്സവം സെലിബ്രേഷൻ റീൽസ് ഫോർ 2025 ഡെഫിനറ്റ്ലി കണ്ടിരിക്കേണ്ടതാണ്. എല്ലാ സ്റ്റേറ്റിലാണ് തന്നെ. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞതെന്ന് തന്നെ മഹാരാഷ്ട്രയിൽ പൂനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ക്ലാസ് ആയിരുന്നു. സോ അത് കണ്ടാലും മതിയാവില്ല. ഇനി ഐ തിങ്ക് ഐ ഷുഡ് സ്റ്റോപ്പ് ടോക്കിംഗ് റൈറ്റ് നൗ. അല്ലെങ്കിൽ ഈ വീഡിയോ ഇനി എക്സ്റ്റെൻഡ് ആക്കാൻ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ടോപ്പിക്സ് ആണിത്. അപ്പോൾ എല്ലാവരും ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. എല്ലാവർക്കും ഒരു ബ്ലെസ്ഡ് നൈറ്റ് വിഷ് ചെയ്യുന്നു. സീ യു.